ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ് നിങ്ങൾ ഇതറിഞ്ഞാൽ ഞെട്ടും. വിസ്മയ ജയന്റെ കൈക്ക് എന്ത് പറ്റി ഗൈസ്? അതൊരു ചോദ്യചിഹ്നമായി കിടക്കാണ് ഗൈസ്. വിസ്മയ ജയന്റെ കൈക്ക് എന്ത് പറ്റി? നിങ്ങളെല്ലാവരും കമന്റിൽ ചോദിക്കണം കേട്ടാ വിസ്മയ്ക്ക് എന്ത്. ഗൈസ് നിങ്ങളെല്ലാവരും കമന്റ് സെക്ഷനിൽ ഒന്ന് ചോദിക്കണം വിസ്മയ്ക്ക് എന്താ സംഭവിച്ചത്. ഞാൻ ഓപ്ഷൻ തരാം. ഓപ്ഷൻ സി കയ്യിലിരിപ്പും കഴപ്പും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിച്ചോ എന്തുകൊണ്ട് വിസ്മയ ജയന് ഇത് സംഭവിച്ചു അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇന്നെല്ലാം ചെറിയ പറ്റി. എന്നിട്ട് ഞാൻ എൻ്റെ ഡെഡിക്കേഷൻ കാരണം ഞാൻ കോളേജിൽ വന്നു. എൻ്റെ നന്ദി എനിക്കിന്നെല്ലാം ചെയ്തു തന്നു. യാരുമില്ല. നമ്മളിങ്ങനെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. നമ്മൾ ലേറ്റ് ആയിരുന്നു, പക്ഷെ നമ്മൾ ഈ കൈയും കാണിച്ചിട്ട് നമ്മൾ ഈ കയ്യിലെല്ലാം ഉണ്ട്. ഈ കൈയും കാണിച്ച ക്ലാസ്സിൽ കയറി. ലേറ്റ് കമേഴ്സ് ആയാലും അറ്റൻഡൻസ് തരും ഞങ്ങൾക്ക്. കാരണം ഈ കയ്യിലെല്ലാം ഉണ്ട്. വിസ്മയജന്റെ ഈ കൈ കാരണം എത്ര ഇതായാലും നമുക്ക് ബെനിഫിറ്റ്സ് ആണ്. നല്ല ബെനിഫിറ്റ്സ് അഡ്വാൻറ്റേജ് ആണ്. ഇതറിഞ്ഞില്ലെങ്കിൽ ഓടി വരില്ലായിരുന്നു. നിങ്ങൾ ഓടിയിട്ടില്ല ഗൈസ്, ആ സ്റ്റെപ്പ് കയറിയതേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പീരീഡ് ആരും വന്നില്ല, ആരുമില്ല ഗൈസ് ക്ലാസ്സിൽ. കുറച്ച് കയ്യിൽ കുറച്ച് പെയിൻ ഉണ്ട്. പെയിനെല്ലാം ഒരുമാതിരി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അന്വേഷിക്കണം കേട്ടോ. നിങ്ങൾ എന്തായാലും കമന്റ് സെക്ഷനിൽ അറിയിക്കണം. കാണുന്നവരെല്ലാവരും ഫ്രൂട്ട്സും ആപ്പിളെല്ലാം ഫ്രൂട്ട്സ് വാങ്ങി. ഇപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് അവർ കഴിഞ്ഞു, സെക്കൻഡ് അവർ കഴിഞ്ഞു, ഇൻ്റർവെൽ കഴിഞ്ഞു. നമ്മുടെ തേർഡ് അവറിലാണ്. വിസ്മയിച്ചതിന് തീരെ വയ്യ, വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇല്ല സിമ്പതി വെച്ചിട്ടുണ്ടാ അല്ലേ വിസ്മയജയൻ? വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഫ്രൂട്ട്സൊക്കെ കൊണ്ട് ചെല്ല്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്മയജയന് ആ ഒരു കെയർ കിട്ടണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഇല്ലേ? ഞാൻ വീട്ടിൽ പോവുക ഗൈസ്. ഉച്ചയ്ക്ക് വീട്ടിൽ പോകുന്നു പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അല്ല, റൂമിലല്ല, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോവുക ഗൈസ്. ഞാൻ പോവാം. ഞാൻ ഫ്രൈഡേ ഞാൻ നാട്ടിൽ പോവാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ നാട്ടിൽ പോവാതെ ഞാൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ശരിക്കും വിസ്മയ നാട്ടിലേക്ക് പോവാണ്? സീരിയസ്ലി ഹാപ്പി? വിസ്മയ നാട്ടിലേക്ക് പോവാന്ന്. അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് റൂമിൽ പോകും. വയ്യ. പിന്നെന്താ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. ഡെയിലി റൂട്ടീൻ പോലെ തന്നെ ക്ലാസ് ഉണ്ടാവും. കൈയൊടിഞ്ഞുകൊണ്ട് കുറേ ബെനിഫിറ്റ് ഉണ്ട്. എനിക്ക് കുക്ക് ചെയ്യണ്ട, എനിക്ക് അലക്കണ്ട, എനിക്ക് ഒന്നും ചെയ്യണ്ട. എല്ലാം ചെയ്താൽ സർവൻസ് പോലെ നമ്മളെല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും എൻ്റെ ഹാപ്പികളുണ്ട്. ഞാൻ സഹായിക്കുന്നുണ്ട് ഗൈസ്. വിസ്മയിച്ചില്ല സഹായിച്ച ഒരു സഹായം പറ ഗൈസ്. പറ. ഇവിടെ കൂടെ വന്നു. സംഭവം ഞാനും വിസ്മയിച്ചതിന് ഒരു റൂമിലല്ല താമസിക്കുന്നത്. അതാണ് കേട്ടോ കാര്യം. ഗൈസ് ഇവള് വന്നു നോക്കിയിട്ടില്ല. ഞാൻ വിളിച്ച് കരഞ്ഞിട്ടാ പോയത്. ബിൽഡിങ്ങിലെ മൊത്തം ആൾക്കാരും അറിഞ്ഞു എന്നാ സംഭവിച്ചു. ലാസ്റ്റ് ഞാൻ ഉറങ്ങാൻ എനിക്ക് വേദനയൊക്കെ പോയി. ഞാൻ രാത്രി അറിയുന്നത് വന്നിട്ട് എന്താ പറ്റിയെന്ന് ഞാൻ അറിയില്ല. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. സംഭവം വിസ്മയിച്ചാൽ അത് വളരെയധികം മനസ്സിൽ തട്ടിപ്പോയി. ഞാൻ ചോദിക്കാണ്ടിരുന്നത്, ഞാൻ അന്വേഷിക്കാണ്ടിരുന്നത്. പക്ഷെ സത്യാവസ്ഥ ഇതാണ്, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിലവിളിച്ച് പോയിട്ട് പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒന്നും പറ്റിയില്ല. നമുക്കിപ്പോൾ ഒരു വർക്ക് തന്നിട്ടാണുള്ളത്, പക്ഷേ എനിക്ക് ചെയ്യണ്ട. കാരണം എൻ്റെ കൈ ഒടിഞ്ഞിട്ടാണുള്ളത്. തിങ്കുമാറി വർക്ക് ചെയ്യാൻ പുറത്ത് പോയിട്ടുണ്ട്. ഗൈസ് കുറേ ബെനിഫിറ്റ് എനിക്കുണ്ട്. ഇവരൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി മതി. എനിക്ക് ലാസ്റ്റ് പ്രസൻറ്റ് ചെയ്യാണ്ടി വരും തോന്നുന്നുണ്ട്. വേറെ എനിക്കൊന്നും ചെയ്യേണ്ട, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഗൈസ് ക്ലാസ്സിലും കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഗൈസ് നിങ്ങൾ ക്ലാസ്സിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന ആ കുട്ടീനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ജവാൻ, മലപ്പുറത്തുനിന്ന് വരുന്ന ജവാൻ. കണ്ണാട് ജവാദാണ്. ഞാൻ ജവാനിക്കാന്ന് വിളിക്കാറ്, അതാണ് ഞാൻ ജവാൻ എന്ന് പറയുന്നത്. ജവാനല്ല ജവാദ്. സംഭവം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണാട വെച്ചിട്ടുള്ളൊരു ക്ലിപ്പിംഗ് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ എടുത്താണ്. അതാണ് ഞങ്ങളുടെ ശ്രീശ. എന്തായാലും
ഗൈസ് ഞങ്ങൾക്ക് ഇപ്പോൾ ലോഗോ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു. അതായത് റീഡിസൈനിങ്, ലോഗോ റീഡിസൈൻ ചെയ്യാം. ഓൾറെഡി ഉള്ള ഒരു ബ്രാൻഡിന്റെ ലോഗോ നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മളെ ക്രിയേറ്റിവിറ്റി അതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ചെയ്ത് കാണിച്ചാൽ ഇതാണ് ടിമ്പിൾ മറിയുടെ ലോഗോ. ഞാൻ മായാണ് ചൂസ് ചെയ്തത്. എനിക്ക് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യണ്ട. ഹാപ്പിയുടെ കാണിക്ക്, ഹാപ്പിയുടെ കാണിക്ക്. ഓക്കെ, ഹാപ്പി ചെയ്യുവാണ്. ദെൻ എനിക്ക് ചെയ്യണ്ട. ഞാൻ നല്ല കഴിവുള്ള ഒരു മാടെ ലോഗോ ആണ് ഉണ്ടാക്കിയത്. ബാക്കി എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യണുണ്ട്. അപ്പം അങ്ങനെയാണ് guys. അപ്പം അങ്ങനെയാണ് ഒരു ചെറിയൊരു ഒരു ഹാഫ് ഡേ ഇൻ അവർ ലൈഫാണ് ഞങ്ങൾ കാണിച്ചത് അല്ലേ? അതെ, ഒരു ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ആണ് കാണിച്ചത്. ക്ലാസ്സിൽ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ചെറിയൊരു ഇത്. ഇനിയിപ്പോൾ വിസ്മയസേന തീരെ വയ്യ, അപ്പോൾ റൂമിലേക്ക് പോവാണ് വിസ്മയസേന. അപ്പോൾ ഇനി ബാക്കി വീഡിയോസൊന്നും ഇനി എടുക്കലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചിലവില്ലാത്തൊരു കാര്യമാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.